ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അസേർഷൻ റീസൺ ടൈപ്പാണ്. മെഡുലറി കാർസിനോമ ഓഫ് തൈറോയിഡിനെ പറ്റിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. അതിൽ അസേർഷൻ പറയുന്നത് മെഡുലറി കാർസിനോമ പേഷ്യൻസിന് ഡയറിയ ഫീച്ചറായിട്ട് വരുന്നുണ്ട്. ദെൻ അതിന് റീസൺ പറയുന്നത് മെഡുലറി കാർസിനോമയിൽ നിന്ന് 5-ഹൈഡ്രോക്സിട്രിപ്റ്റാമൈൻ ഓർ പ്രോസ്റ്റാഗ്ലാൻഡിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ തൈറോയിഡ് ട്യൂമറിൻ്റെ മാലിഗ്നൻ നിയോപ്ലാസത്തിൻ്റെ മെയിനായിട്ടും അതിൻ്റെ സെൽസ് ഓഫ് ഒറിജിൻ അനുസരിച്ചിട്ട് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫോളിക്കുലാർ സെൽ ഒറിജിൻ ആൻഡ് പാരാഫോളിക്കുലാർ സെൽ ഒറിജിൻ, ദെൻ നോൺ തൈറോയിഡ് സെൽ ഒറിജിൻ. അതിൽ ഫോളിക്കുലാർ സെല്ലിനെ വീണ്ടും ഡിഫറൻഷ്യേറ്റഡും അൺഡിഫറൻഷ്യേറ്റഡും ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കോമൺ ആയിട്ടുള്ളത് ഈ ഡിഫറൻഷ്യേറ്റഡ് തന്നെയാണ്. ഡിഫറൻഷ്യേറ്റഡിൽ പാപ്പുലറി കാർസിനോമയാണ് ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ടൈപ്പാണ് പാരാഫോളിക്കുലാർ സെൽ ഒറിജിൻ. ഈ പാരാഫോളിക്കുലാർ സെൽസിൽ നിന്നുള്ളതാണ് മെഡുലറി കാർസിനോമ. നമുക്കറിയാം പാരാഫോളിക്കുലാർ സെൽസിൽ നിന്നാണ് ഈ കാൽസിറ്റോണിൻ, സെററ്റോണിൻ, പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് മെഡുലറി കാർസിനോമയിൽ. അപ്പോൾ ഇവർ ഓവർ പ്രൊഡക്ഷൻ ആകുമ്പോഴത്തേക്കും വാട്ടർ, ഇലക്ട്രോലൈറ്റ്, മെറ്റബോളിസം ബാലൻസിനെയൊക്കെ അത് ബാധിക്കുക. അതിൻ്റെ ഫലമായിട്ട് ഡയറിയ ഉണ്ടാവുകയും ചെയ്യും. സാധാരണ തൈറോയ്ഡ് ട്യൂമർ വരുമ്പോഴത്തേക്കും കംപ്രഷൻ വന്നിട്ട് നെക്കിൽ കംപ്രഷൻ വന്നിട്ട് ഡിസ്ഫേജിയ, ഡിസ്കംഫർട്ടൊക്കെയാണ് കോമൺ ഫീച്ചറായിട്ട് വരുന്നത്. പക്ഷേ മെഡുലറി കാർസിനോമയെ സംബന്ധിച്ച് ഡിസ്ഫേജിയൊക്കെ റെയറാണ്. കോമൺ ആയിട്ട് ഡയറിയാണ് വരുന്നത്. സോ ബോത്ത് എയും ആറും ട്രൂ ആണ്. ആൻഡ് കറക്റ്റ് എക്സ്പ്ലനേഷനാണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് റെറ്റിനോബ്ലാസ്റ്റോമയെ പറ്റിയിട്ട് അഗെയിൻ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1, റെറ്റിനോബ്ലാസ്റ്റോമ ഇസ് ദ മോസ്റ്റ് കോമൺ ഇൻട്രാഓക്കുലർ ട്യൂമർ ഓഫ് ചൈൽഡ്ഹുഡ്. ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2, റെറ്റിനോബ്ലാസ്റ്റോമ ജീൻ ഹാസ് ബീൻ ഐഡൻറ്റിഫൈഡ് ആസ് 14 ബാൻഡ് ഓൺ ദ ലോങ് ആം ഓഫ് ക്രോമസോം 10. അതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസ് ആണ്. അപ്പം റെറ്റിനോബ്ലാസ്റ്റോമ എന്ന് പറയുന്നത് നമ്മൾ റെറ്റിനയിൽ വരുന്നതാണ്. ചിൽഡ്രനിലാണ് കോമൺ ആയിട്ട് കാണുന്നത്. ചിൽഡ്രനിലെ മോസ്റ്റ് കോമൺ പ്രൈമറി ഇൻട്രാ ഓക്കുലർ ട്യൂമറാണ് റെറ്റിനോബ്ലാസ്റ്റോമ. ഡിഫക്റ്റ് വരുന്നത് ക്രോമസോം 13 RB1 ജീനിനാണ് വരുന്നത്. പിന്നെ 60-year-old male with a history of myocardial infarction presented with a sudden onset pain in right leg. On examination, the leg is called to touch peripheral leg pulsations are absent. He can't raise his leg. The most probable diagnosis. ആർട്ടീരിയൽ ഒക്ലൂഷൻ ആണ് ആൻസർ. ആർട്ടീരിയൽ ഒക്ലൂഷൻ നമ്മളൊരു 6 P's പറയുന്നുണ്ട്. പാലർ, പെയിൻ, പരസ്തീഷ്യ, പാരാലിസിസ്, പൾസ്ലെസ്നെസ് ആൻഡ് പൊയ്ക്കുലോതെർമി. അതായത് ടെമ്പറേച്ചർ കോൾഡ് ആയിരിക്കും, കോൾഡ് ടു ടച്ച്. അപ്പോൾ തന്നിരിക്കുന്ന സിംറ്റംസ് വെച്ചിട്ട് ആർട്ടീരിയൽ ഒക്ലൂഷനാണ് ആൻസർ വരുന്നത്. ഈ DVT ആണെങ്കിൽ നമുക്കറിയാം വാംത് ഓഫ് അഫക്റ്റഡ് പാർട്ട് ഉണ്ടായിരിക്കും, പെയിൻ ആൻഡ് സ്വെല്ലിംഗ് ഉണ്ടായിരിക്കും, ബാക്ക് ഓഫ് ലെഗ്, ഇത് കാഫ് മസിൽസിലായിരിക്കും പെയിൻ വരുന്നത്. ദെൻ സൈറ്റിക്കയിൽ പെയിൻ ഇതുപോലെ ഉണ്ടാവും, നംബ്നെസ് ഉണ്ടാവും, റേഡിയേറ്റിംഗ് ടു ഫൂട്ട് ഓർ ടോസ് ആയിരിക്കും. റിക്വസ് വെയിൻസ് നമുക്ക് ഡയലേറ്റഡ് വെയിൻസ് ഒക്കെ കാണാൻ പറ്റും. അഗെയിൻ അസേർഷൻ റീസൺ ടൈപ്പാണ്. എപ്പിഡമോളജി എന്നാണ് ക്വസ്റ്റ്യൻ. വെരിഫിക്കേഷൻ ഓഫ് ദ ഡയഗ്നോസിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ എപ്പിഡമിക് ഇൻവെസ്റ്റിഗേഷൻ. റീസൺ പറയുന്ന എപ്പിഡമോളജിക് ഇൻവെസ്റ്റിഗേഷൻ ഷുഡ് ബി ഡിലൈഡ് ടിൽ ലബോറട്ടറി റിസൾട്ട് ആർ അവൈലബിൾ. ഇതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റഡീസിലോട്ട് കടക്കുന്നതിന് മുന്നേ ഫസ്റ്റ് ചെയ്യേണ്ടത് ഡയഗ്നോസിസിൻ്റെ വെരിഫിക്കേഷനാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ലബോറട്ടറി റിസൾട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട. സോ R is not correct. നെക്സ്റ്റ് ഹോം ബേസ്ഡ് പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ്. ഹോം ബേസ്ഡ് പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് നിശ്ചയാണ്. അതിൽ ചായ ഓറൽ കോൺട്രാസെപ്റ്റീവ് പില്ലാണ്, നോൺ ഹോർമോണൽ പിൽ. നമ്മൾ സഹേലി ബ്രാൻഡ് നെയിമിലെടുക്കുന്ന ഓറൽ കോൺട്രാസെപ്റ്റീവാണ് ചായ എന്ന് പറയുന്നത്. നിക്ഷയ് എന്ന് പറയുന്നത് പേഷ്യൻ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഫോർ TB കൺട്രോൾ. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കുറച്ച് വെക്റ്റേഴ്സും കോസ് ചെയ്യുന്ന കണ്ടീഷൻസും തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റായിട്ട് വരുന്നത് സാൻഫ്ലൈ, ഓറിയൻ്റൽ സോർ അല്ലെങ്കിൽ ക്യൂട്ടേനിയസ് ലീഷ്മാനിയാസിസ്, ദെൻ ഫ്ലീസ്, ബ്യൂബോണിക് പ്ലേഗ്, ഹാർഡ് ടിക്ക്, മൗണ്ടൻ സ്പോട്ടഡ് ഫീവർ, സോഫ്റ്റ് ടിക്ക്, റിലാപ്സിങ് ഫീവർ. ദെൻ SPM ക്വസ്റ്റ്യൻ ആണ്. ഇൻ സ്റ്റാൻഡേർഡ് നോർമൽ കർവ് ദ ടോട്ടൽ ഏരിയ ഓഫ് കർവ് ഇസ് 100. സ്റ്റേറ്റ്മെൻറ്റ് 2, ഇൻ സ്റ്റാൻഡേർഡ് നോർമൽ കർവ് ദ മീൻ, മീഡിയൻ ആൻഡ് മോഡ് ഓൾ കോയിൻസൈഡ്. സ്റ്റാൻഡേർഡ് മീഡിയൻ കർവ് എന്ന് പറയുന്നത് ഒരു
സിമെട്രിക്കലായിട്ടുള്ള ബെൽ ഷേപ്ഡ് കർവാണ്. അപ്പോൾ ഇതിൻ്റെ മാക്സിമം ഏരിയ 1 ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ മീഡിയൻ ആൻഡ് മോഡൊക്കെ കോയിൻസൈഡ് ചെയ്തായിരിക്കും വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, ഏരിയ 1 ആയിട്ടാണ് വരുന്നത്. ദെൻ മീൻ, മീഡിയൻ ആൻഡ് മോഡ് ഓൾ കോയിൻസൈഡ്. Consider the following statement and choose the correct answer from the options given below. First, Epstein-Barr virus is associated with the Burkitt's lymphoma. Epstein-Barr virus is associated with the nasopharyngeal carcinoma. Then Mongolians are more likely to develop leukemia than normal children. Then thermography is more sensitive technique of breast cancer screening than mammography. അപ്പോൾ അതിൽ എപ്സ്റ്റീൻ-ബാർ വൈറസ് അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന CAകൾ ഒന്ന് ബർക്കിറ്റ്സ് ലിംഫോമയാണ്, ദെൻ ഹോഡ്കിൻസ് ലിംഫോമയുണ്ട്, ദെൻ നേസോഫാരിഞ്ചൽ കാർസിനോമയുണ്ട്. അപ്പോൾ ഫസ്റ്റ് 2 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. മംഗോളിയൻസിന് ലുക്കീമിയ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റാണ്. മോസ്റ്റ് സെൻസിറ്റീവ് ടെക്നിക്ക് എന്ന് പറയുന്നത് MRI ആണ്. ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ്ങിൻ്റെ മോസ്റ്റ് സെൻസിറ്റീവ് ടെസ്റ്റ് MRI. Then which among the following vaccine is least sensitive to heat? അപ്പോൾ ഹീറ്റ് സെൻസിറ്റിവിറ്റി അനുസരിച്ചിട്ട് വാക്സിൻസിനെ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. ABCDEF വരെ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് എയിൽ വരുന്നത് മോസ്റ്റ് ഹീറ്റ് സെൻസിറ്റീവ്, അങ്ങനെ താഴോട്ട് കുറഞ്ഞ് വന്നിട്ട് ലീസ്റ്റ് ഹീറ്റ് സെൻസിറ്റീവ് ആണ് ഗ്രൂപ്പ് Fൽ വരുന്നത്. അപ്പോൾ എയിൽ OPV ഓറൽ പോളിയോ വാക്സിൻ ഉണ്ട്. ദെൻ Fൽ ലീസ്റ്റ് ഹീറ്റ് സെൻസിറ്റീവിനകത്താണ് നമ്മുടെ ഹെപ്പറ്റൈറ്റിസ് B, മെനിഞ്ചോകോക്കെ ആൻഡ് ന്യൂമോകോക്കെ ഒക്കെ വരുന്നത്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ലീസ്റ്റ് ഹീറ്റ് സെൻസിറ്റീവ് ഏതാണെന്നായിരുന്നു. ഹെപ്പറ്റൈറ്റിസ് B ആണ് ആൻസർ. വിൽസൺസ് ഡിസീസ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ്. വിൽസൺസ് ഡിസീസ് ഓട്ടോസോമൽ റിസസീവ് കണ്ടീഷനാണ്. അതിൻ്റെ വേറൊരു പേരാണ് ഹെപ്പാറ്റോലെൻറ്റിക്കുലർ ഡീജനറേഷൻ. ഇതിനകത്ത് നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോപ്പർ സർക്കുലേഷനിലോട്ട് എൻ്റർ ചെയ്യുന്നത് സെറിലോപ്ലാസ്മിനായിട്ടാണ്. അപ്പോൾ ഈ സെറിലോപ്ലാസ്മിനായിട്ട് എൻ്റർ ചെയ്യാനുള്ള ഒരു ഫെയിലിയറാണ് ഈ വിൽസൺസ് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ലിവർ, ബ്രെയിന്, കോർണിയയിലൊക്കെ പോയിട്ട് ഈ കോപ്പർ അക്യുമുലേറ്റ് ചെയ്യും. ഫാങ്കോണിസ് സിൻഡ്രോം ഒക്കെ പറയുന്നുണ്ടല്ലോ. പിന്നെ അതുപോലെ ഐസിലാണെങ്കിൽ കേസർ ഫ്ലേഷർ റിങ്സ് ഒക്കെ ഫോം ചെയ്യും. സോ ആൻസർ ഓട്ടോസോമൽ റിസസീവ് എന്നുള്ളതാണ്. ദെൻ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് കോസേറ്റീവ് ഏജൻറ്റ് ടൈഫോയിഡ് ഫീക്കൽ ഓറൽ റൂട്ടാണ്. എങ്കിൽ വൈറ്റമിൻസും അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ വൈറ്റമിൻസ് നമുക്കറിയാം ഫാറ്റ് സോളുബിൾ ഉണ്ട്, വാട്ടർ സോളുബിൾ ഉണ്ട്. അതിനകത്ത് അവർ കോമൺ നെയിംസ് കൊടുത്തിട്ടുണ്ട്. B1 തൈമിൻ, B2 റൈബോഫ്ലവിൻ, B3 നിയാസിൻ, അങ്ങനെ ഓരോന്നിൻ്റെയും പേരുകൾ കൊടുത്തിട്ടുണ്ട്. ദെൻ അവരുടെ ഡെഫിഷ്യൻസി ഡിസീസ് B1 A ആണെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ്, B1 ബെറിബറി, ദെൻ B3 പെല്ലഗ്ര, ദെൻ B6 അനീമിയാണ്, B7 ഡെർമറ്റൈറ്റിസ്, B9 B12 ബെഗാലോബ്ലാസ്റ്റിക് അനീമിയ, ആൻഡ് സിയുടെ ഡെഫിഷ്യൻസി കാരണം സ്കർവി, ഡിയുടെ ഡെഫിഷ്യൻസി റിക്കറ്റ്സ് ആൻഡ് ഓസ്റ്റിയോമലേഷ്യ, ദെൻ K നോൺ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്. കറക്റ്റ് ഓപ്ഷൻ വരുന്നത് നിയാസിൻ, പെല്ലഗ്ര ആൻഡ് തൈമിൻ, ബെറിബറി, then ascorbic acid, scurvy, and vitamin B12 pernicious anemia. Next, a 12-lead ECG showed normal atrioventricular ratio and abnormally long PR interval. The most likely diagnosis. അപ്പോൾ PR ഇൻ്റർവെൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണ്? ഏട്രിയൽ ഡീപോളറൈസേഷനും വെൻട്രിക്കുലർ ഡീപോളറൈസേഷനും ഇടയ്ക്കുള്ള ടൈമാണ് PR ഇൻ്റർവെൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. PR ഇൻ്റർവെൽ പ്രൊലോങ്ഡ് എന്ന് പറഞ്ഞാൽ ഇമ്പൾസ് കണ്ടക്ട് ചെയ്യുന്നതിനുള്ള ഡിലേ ആണ്. ഡിലേഡ് കണ്ടക്ഷൻ ഓഫ് SA നോഡൽ ഇമ്പൾസ്. അപ്പോൾ ആ ഡിലേഡ് കണ്ടക്ഷന് നമ്മൾ ഫസ്റ്റ് ഡിഗ്രി AV ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ PR ഇൻ്റർവെൽ പ്രൊലോങ്ഡ് ആയിട്ടുള്ളത് ഫസ്റ്റ് ഡിഗ്രി AV ബ്ലോക്കിൽ. And the most likely cause of isolated unconjugated hyperbilirubinemia is in the absence of hemolysis is an otherwise healthy patient is. കൺജനൈറ്റൽ ഹൈപ്പർബിലിറൂബിനോമിയ നമ്മൾ മെയിനായിട്ടും 2 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്, അൺകോൺജുഗേറ്റഡും കോൺജുഗേറ്റഡും. ശരിക്കും ബിലിറൂബിൻ ഫോം ചെയ്യുന്ന പ്രോസസ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹീമിൻ്റെ
ബ്രേക്ക് ഡൗൺ നടന്നിട്ടാണ് ഈ ബിലിറൂബിൻ ഫോം ചെയ്യുന്നത്. അപ്പോൾ അത് അങ്ങനെ ഫോം ചെയ്യുന്നതിനെ നമ്മൾ അൺകോൺജുഗേറ്റഡ് എന്ന് പറയും. then അതിനെ ലിവറിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എൻസൈമാറ്റിക് ആക്ടിവിറ്റി വഴിയാണ് കോൺജുഗേറ്റഡ് ആക്കുന്നത്. അപ്പോൾ ഈ കോൺജുഗേറ്റഡ് ആക്കുന്നതിന് മുന്നേ ഉള്ള ജനറ്റിക് ഡിഫക്റ്റ്, ബിലിറൂബിൻ എമൗണ്ട് കൂടുന്ന ജനറ്റിക് ഡിഫക്റ്റ് കാരണം നമുക്ക് ബിലിറൂബിൻ എമൗണ്ട് കൂടുന്ന കണ്ടീഷൻസും ഉണ്ട്. അതിന് ശേഷമുള്ള ബിലിറൂബിൻ എമൗണ്ട് കൂടുന്ന കണ്ടീഷൻസും ഉണ്ട്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന അൺകോൺജുഗേറ്റഡിനകത്ത് ക്രൈഗൽ നജ്ജാർ സിൻഡ്രോമും ഗിൽബർട്ട് സിൻഡ്രോമുമാണ് വരുന്നത്. ദെൻ അൺകോൺജുഗേറ്റഡിനകത്ത് കോൺജുഗേറ്റഡിനകത്ത് വരുന്നതാണ് ഡ്യൂബിൻ ജോൺസൺ സിൻഡ്രോമും റോട്ടർ സിൻഡ്രോമും. അപ്പോൾ ഇവരെ തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് പറയുന്നത് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഹീമോളൈസിസ് എന്ന് പറയുന്നുണ്ട്. ഇൻ ദ ആബ്സെൻസ് ഓഫ് ഹീമോളൈസിസ് അൺകോൺജുഗേറ്റഡ് ഹൈപ്പർ ബിലിറൂബിനോമിയ ഉണ്ടാകുന്നത് ഗിൽബർട്ട് സിൻഡ്രോമിലാണ്. ദെൻ ഡ്യൂബിൻ ജോൺ സിൻഡ്രോമിലേക്കാണെങ്കിൽ ബിലിറൂബിൻ എക്സസ് ആയിട്ട് യൂറിനിലാണ് വരുന്നത്. നെക്സ്റ്റ്, ഡിസ്നിയ അക്കമ്പനീഡ് ബൈ കഫ് വിത്ത് പ്രൊഡക്ഷൻ ഓഫ് തിക്ക് ബ്രൗണിഷ് പ്ലഗ് ഓഫ് മ്യൂക്കസ് ഇസ് ടിപ്പിക്കലി ഫൗണ്ട് ഇൻ തിക്ക് ബ്രൗണിഷ് പ്ലഗ് ഓഫ് മ്യൂക്കസ് ആസ്പെർഗില്ലോസിസിലാണ്. അലർജിക് ബ്രോങ്കോപൾമണറി ആസ്പെർഗില്ലോസിസ്. എ 65-year-old male with a history of exertional dyspnea and chest pain developed syncope while walking. Examination revealed a slow rising low volume carotid pulse and an ejection with systolic murmur. The most likely diagnosis. ശരിക്കും മർമർ എന്താണ്? ബ്ലഡിൻ്റെ ടർബുലൻ്റ് ഫ്ലോ സൗണ്ട് നമ്മൾ കേൾക്കുന്നതാണ് മർമർ. അപ്പോൾ അത് സിസ്റ്റോളിക് മർമറും ഉണ്ട്, ഡയസ്റ്റോളിക് മർമറും ഉണ്ട്. സിസ്റ്റോളിക് മർമറിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇജെക്ഷൻ മർമറും ഉണ്ട്, നോൺ ഇജെക്ഷൻ മർമറും ഉണ്ട്. ഇപ്പോൾ ഈ ഇജെക്ഷൻ മർമർ കാണുന്നത് പൾമണറി അല്ലെങ്കിൽ അയോട്ടിക് വാൽവിൻ്റെ സ്റ്റീനോസിസ്, അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലായിരിക്കും ഇജെക്ഷൻ മർമർ കാണുന്നത്. നോൺ ഇജെക്ഷൻ മർമർ കാണുന്നതാണ് മിട്രൽ അല്ലെങ്കിൽ ട്രൈക്കസ്പിഡ് വാൽവിൻ്റെ സ്റ്റീനോസിസ്. ഏട്രിയോവെൻട്രിക്കുലർ വാൽവിൻ്റെ സ്റ്റീനോസിസ് ആണെങ്കിൽ അവിടെ നോൺ ഇജെക്ഷൻ മർമറായിരിക്കും സിസ്റ്റോളിക് നോൺ ഇജെക്ഷൻ മർമർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ പറയുന്നത് ഇജെക്ഷൻ മിഡ് സിസ്റ്റോളിക് മർമറാണ്. അയോട്ടിക് സ്റ്റീനോസിസ് ആണ് ആൻസർ വരുന്നത്. Next, in chronic hepatitis B, the serological marker which correlate with the level of liver injury and risk of disease progression. Risk of disease progression കാണിക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി DNA പ്രസൻസ് ആണ്. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്നത് നമുക്ക് HbC ഉണ്ട്. അപ്പോൾ Next, in chronic hepatitis B, the serological marker which correlate with the level of liver injury and risk of disease progression. Risk of disease progression കാണിക്കുന്നത് HBV DNA ആണ്. നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ സെറോളജിക്കൽ മാർക്കറിനകത്ത് ആൻറ്റിജൻസും ഉണ്ട്, ദെൻ ആൻറ്റിബോഡീസും ഉണ്ട്. 3 ആൻറ്റിജൻസാണ്: സർഫസ് ആൻറ്റിജൻ, കോർ ആൻറ്റിജൻ, എൻവലപ്പ് ആൻറ്റിജൻ. അതിന് ഓപ്പോസിറ്റ് വരുന്ന ആൻറ്റിബോഡീസ്. ഇവിടെ തന്നിരിക്കുന്ന HbC കോർ ആൻറ്റിജൻ ഉണ്ട്. കോർ ആൻറ്റിജൻ പ്രസൻ്റ് ആവില്ല, സെറോളജിക്കൽ ഇൻവെസ്റ്റിഗേഷനകത്ത് കോർ ആൻറ്റിജൻ്റെ പ്രസൻസ് കാണിക്കത്തില്ല. പിന്നെ HBE എൻവലപ്പ് ആൻറ്റിജൻ ആണെങ്കിൽ കാണിക്കുന്നത്, അത് പ്രസൻ്റ് ആണെങ്കിൽ ആക്റ്റീവ് വൈറൽ റിപ്ലിക്കേഷനാണ് കാണിക്കുന്നത്. ഒരു ഇൻഫെക്റ്റിവിറ്റി എത്രമാത്രം ഉണ്ടെന്നുള്ളത് ഈ എൻവലപ്പ് ആൻറ്റിജൻ്റെ പ്രസൻസിനനുസരിച്ച് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ദെൻ HBsAg സർഫസ് ആൻറ്റിജൻ ഫസ്റ്റ് എവിഡൻസ് ഓഫ് ഇൻഫെക്ഷനാണ് ആൻഡ് ദ എപ്പിഡമോളജിക്കൽ മാർക്കർ ഓഫ് ഹെപ്പറ്റൈറ്റിസ് ബി. ഫസ്റ്റ് വരുന്ന ആൻറ്റിജനും സർഫസ് ആൻറ്റിജനാണ്. നെക്സ്റ്റ്, stroke manifesting with a pure sensory symptom result from impaction of pure sensory symptom ഉള്ള സ്ട്രോക്ക് തലാമസിൽ നിന്നാണ്. വെൻട്രൽ പോസ്ട്രോലാറ്ററൽ ന്യൂക്ലിയസ് ഓഫ് തലാമസിൽ നിന്നാണ്. തോട്ട് ബ്രോഡ്കാസ്റ്റിംഗ് ഈസ് നോൺ ടു ബി ആൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ. തോട്ട് ബ്രോഡ്കാസ്റ്റിംഗ് കാണുന്നത് ഷിസോഫ്രീനിയയിലാണ്. തോട്ട് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഷിസോഫ്രീനിക്കായിട്ടുള്ള പേഷ്യൻസിന് അവരുടെ ചിന്തകൾ പുറത്തേക്ക് നല്ല ലൗഡായിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യപ്പെടുന്ന പോലെ തോന്നുന്നു. അതായത് അവരുടെ ചിന്തകളെ ചുറ്റുമുള്ളവർക്ക് കേൾക്കാൻ പറ്റുന്ന പോലെ തോന്നുന്നതാണ് ഈ തോട്ട് ബ്രോഡ്കാസ്റ്റിംഗ്. ഷിസോഫ്രീനിയയിൽ ഡെലൂഷന്, ഹാലൂസിനേഷൻ എല്ലാം കൂടി ചേർന്നൊരവസ്ഥയാണ് വരുന്നത്. നെക്സ്റ്റ് ടൈം, മിഡിൽ ഏജ്ഡ് ഫീമെയിൽ പ്രസൻറ്റഡ് വിത്ത് ഇൻ്റർമിറ്റൻറ്റ് പെയിൻ ആൻഡ് സ്വെല്ലിംഗ് ഇൻ ഫിംഗർ ജോയിൻറ്റ്സ് ആൻഡ് ഫോട്ടോ സെൻസിറ്റീവ് റാഷ് ഓൺ ഫേസ്. ഡിറ്റക്ഷൻ ഓഫ് വിച്ച് ഓട്ടോ ആൻറ്റിബോഡി ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഡയഗ്നോസിസ് ഇൻ എബോവ് കേസ്. അപ്പോൾ ഇതിനകത്ത് ഇൻ്റർമിറ്റൻറ്റ് പെയിൻ ആൻഡ് സ്വെല്ലിംഗ് ഇൻ ഫിംഗർ ജോയിൻറ്റ്സ് ഉണ്ട്, ദെൻ ഫോട്ടോ സെൻസിറ്റീവ് റാഷ് ഉണ്ട്. SLE ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. SLEയിൽ ഡയഗ്നോസിസ് ഫൈൻഡിങ്സ് എന്ന് പറയുന്നത് ആൻറ്റി ന്യൂക്ലിയർ ആൻറ്റിബോഡീസാണ്. ബ്രോങ്കിയൽ ആസ്മയെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. പീക്ക് ഇൻസിഡൻസ് ഓഫ് ആസ്മ ഇൻ
is in childhood. Then lower level of infection in early childhood increase the risk for asthma. And C, allergic reaction to food leads to increased asthma symptoms. Then exercise is a common trigger of asthma in children. The most common allergen to trigger asthma are pollens. അപ്പോൾ ആസ്മയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ഓപ്ഷൻസ് വരുന്നത് എ, ബി, ഡി ആണ്. Then angina pectorisന്റെ most widely used diagnostic test is exercise ECG. ഇത് ബാക്ടീരിയൽ, വൈറൽ, ഫംഗൽ മെനിഞ്ചൈറ്റിസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുള്ള ടേബിളാണ്. അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. CSFൻ്റെ അപ്പിയറൻസ് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസിൽ മാത്രമാണ് ടർബിഡ് ആയിട്ടുള്ളത്. ദെൻ ഓപ്പണിംഗ് പ്രഷർ എലിവേറ്റഡ് ആയിട്ടുള്ളതും ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസിലാണ്. ദെൻ അഗെയിൻ WBC എലിവേറ്റഡ് 1000-2000 എബോവ് എലിവേറ്റഡ് ആയിട്ട് പോകുന്നതും ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസിലാണ്. അതൊരു മാർക്ക്ഡ് ഫീച്ചറാണ്. വൈറൽ മെനിഞ്ചൈറ്റിസിലാണെങ്കിൽ ലെസ് ദാൻ 300 വരുന്നുള്ളൂ, ഫംഗലിൽ ലെസ് ദാൻ 500 വരുന്നുള്ളൂ. ദെൻ പ്രോട്ടീൻസ് ഇതുപോലെ തന്നെ വൈറലിനകത്തും ഫംഗലിനകത്തും എബവ് 200 കാണിക്കും. ദെൻ ഗ്ലൂക്കോസിൻ്റെ പ്രസൻസ് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസിൽ ലെസ് ദാൻ 40 ആയിരിക്കും, കുറയുകയാണ് ചെയ്യുന്നത്. ലെസ് ദാൻ 40 വൈറലിനകത്ത് നോർമലായിരിക്കും, ദെൻ ഫംഗൽ മെനിഞ്ചൈറ്റിസിൽ നോർമലായിരിക്കും. സോ ഇവിടെ എബവ് 1000 പോകുന്നത് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസിനകത്താണ്. നെക്സ്റ്റ്, മിഡിൽ ഏജ്ഡ് ഫീമെയിൽ പ്രസൻറ്റഡ് വിത്ത് പെർസിസ്റ്റൻ്റ് പ്രൊഡക്റ്റീവ് കഫ് വിത്ത് പ്രൊഡക്ഷൻ ഓഫ് തിക്ക് tenacious sputum. Examination revealed wheezing on lung auscultation and clubbing of fingers. Her chest x-ray shows tram track sign. The most likely diagnosis is, ഇപ്പോൾ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, പ്രൊഡക്റ്റീവ് കഫ് ഉണ്ട്, ക്ലബിങ് ഓഫ് ഫിംഗേഴ്സ് ഉണ്ട്, ദെൻ എക്സ്റേയിൽ ടാം ട്രാക്ക് അപ്പിയറൻസ് ഉണ്ട്. ബ്രോങ്കിയെക്ടാസിസ് ആണ് ഇൻഡിക്കേഷൻ. Then acute cerebral basilar meningitis with a threatened effusion, nocturnal hallucination, wakes from sleep frightened, screaming when apis celeboris or sulfur, though well selected, fails to improve, is a symptom of tuberculin ആണ് മെഡിസിൻ. ഈ നോട്ടിൽ നിന്ന് ഡയറക്റ്റ് സിംറ്റം ആണ്, ട്യൂബർക്കുലിനത്തിൻ്റെ ഹെഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് അഗെയിൻ മെജിഡമെഡിക്കയാണ്. എ മാൻ ഏജ്ഡ് 40 years came to OPD complaining of headache, vertigo with a sense of stupefaction, because of which was unable to think or perform any mental labor, and the headache was apt to be worse on exposure to the sun rays or under gaslight. The patient was greatly depressed in spirit, wholly occupied with a sad thought. Suggested the remedy from the following option. അപ്പോൾ കീനോട്ടിൽ നിന്ന് കണ്ടെത്താവുന്നതാണ് മെഡിസിൻ. അതായത് സിംറ്റംസ് ക്ലിയർ ആയിട്ട് ഡയറക്റ്റായിട്ട് പറയുന്നുണ്ട്. അതായത് എക്സ്പോഷർ ടു സൺറൈസ് അല്ലെ അണ്ടർ ദി ഗ്യാസ് ലൈറ്റ്, ഹെഡേക്ക്, അഗ്രവേഷനാണ്. ദെൻ ഡിപ്രസ്ഡ് ഇൻ ഓൾ സ്പിരിറ്റ് ആൻഡ് ഹോളി ഓക്കുപ്പൈഡ് വിത്ത് സാഡ് തോട്ട്. അപ്പോൾ മെഡിസിൻ വരുന്നത് നാട്രം കാർബ്. നെക്സ്റ്റ്, ചിൽഡ്രൻ പെയിൽ, റാക്കറ്റിക്, ഡാഫ്റ്റ് ആൻഡ് സ്റ്റണ്ടഡ് ഇൻ ഗ്രോത്ത്, മെൻ്റലി ഡൾ ആൻഡ് വീക്ക്, ഫൗണ്ട് ഇൻ മെഡോറിനം. കീനോട്ടിലാണ് പറഞ്ഞിട്ടുള്ളത്. മെഡോറിനത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട് സിംറ്റം. അക്കോർഡിംഗ് ടു ജെറ്റിക്കൻ, ദ ആൻറ്റിഡോട്ട് ഫോർ പോയ്സണസ് എഫക്റ്റ് ഓഫ് ദി സ്റ്റിങ് ഓഫ് ഹണി ബി ഇൻ പേഴ്സൺസ് ഹു ആർ സെൻസിറ്റീവ് ടു ഇറ്റ് ഈസ് കാർബോളിക് ആസിഡ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ വെജിറ്റബിൾ അനലോഗ് ഓഫ് മഗ്നീഷ്യം ഫോസ്? മാഗ്ഫോസിൻ്റെ വെജിറ്റബിൾ അനലോഗ് ഈസ് ചമോമില്ല. നെക്സ്റ്റ് അഗെയിൻ അസേർഷൻ റീസൺ ആണ്. അസേർഷൻ സ്പൈജീലിയ ഈസ് എ ഗുഡ് റെമഡി ഫോർ സിംറ്റംസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് വർംസ്. റീസൺ, ന്യൂറാൾജി ഓഫ് ഫിഫ്ത്ത് നെർവ് ഈസ് വെരി പ്രോമിനൻറ്റ് ഇൻ ഇറ്റ്സ് എഫക്റ്റ്. അപ്പോൾ അതിൽ ഫസ്റ്റ് എയും ആറും കറക്റ്റാണ്, പക്ഷേ ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. സ്പൈജീലിയ വേം റെമഡിയാണ്, ന്യൂറാൾജിയും പറയുന്നുണ്ട്, പക്ഷേ ഫസ്റ്റിൻ്റെ എക്സ്പ്ലനേഷൻ അല്ല ആറെന്ന് പറയുന്നത്. മാച്ച് ദ ഫോളോയിങ്ങിൽ മെഡിസിൻസും ഫാമിലിയാണ് തന്നിട്ടുള്ളത്. കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത് പോഡോഫിലം, ബർബറിഡേസിയെ, ദെൻ ലെഡംബാലിസ് എറിക്കേസിയെ, ദെൻ കൊക്ക, ലീനെ ആൻഡ് സിംഫൈറ്റം ബൊറാജിനേസിയെ.